ഭാര്യയുടെ മാത്രം മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാബുവിന്റെ സംസ്കാരം 3:30 കട്ടപ്പന സെയിന്റ് ജോർജ് പള്ളിയിൽ നടക്കും. സന്ദീപ് രാജക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ CPM നേതൃത്വം എങ്ങനെയാണ് പാതി വഴിയിൽ പ്രതികരണം നിർത്തിപ്പോയതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പോലീസ് മൊഴിയെടുക്കുന്നത് ഭാര്യയുടെ മാത്രമാണോ? ബന്ധുക്കളും അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പിലെ ഒപ്പ് സാബുവിന്റേതല്ല എന്നതടക്കം. ഇന്ന് ഇപ്പോൾ ഭാര്യ മേരിക്കുട്ടിയുടെ മാത്രമാണ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇന്നും നാളെയുമായി മറ്റുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് CI വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം പരാമർശം നടത്തിയിട്ടുള്ള ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു 1:30 സാബുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും കട്ടപ്പനയിലെ പള്ളിയിൽ തന്നെ വീണ്ടും സംസ്കാര ചടങ്ങുകൾ നടത്തുക. ഇവിടെ വീട്ടിലെത്തി 3:30 ഈ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും നടപടികളുമാണ് ഇപ്പോൾ ഈ വീട്ടിലും നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളെല്ലാം തന്നെ ബന്ധുക്കളും ഒപ്പം തന്നെ ഈ സാബുവിനെ അറിയാവുന്ന ആളുകളെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഒരു വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും പൊതുദർശനത്തിന് ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്കായിട്ട് മൃതദേഹം കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിലേക്ക് മാറ്റും. അവിടെ 3:30 തന്നെ ഈ നടപടികൾ എല്ലാം പൂർത്തീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് എന്തായിരുന്നാലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം വിശദമായി തന്നെ നടത്തുന്നതിനും ഊർജിതമാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു മൊഴി രേഖപ്പെടുത്തൽ നടത്തി പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കട്ടപ്പനയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാവും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതായത് ഒരു FIR ഇട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതിൻ്റെ അത് വിശദമായ അന്വേഷണം, ഇത് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തുടരുവാൻ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പ്രതിഷേധങ്ങൾ തുടർന്ന് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ താൽക്കാലികമായി അവസാനിപ്പിക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. ഈ കുടുംബത്തിന് നൽകിയ ഉറപ്പാണ്. ആ കുടുംബത്തിന് നൽകിയ ഉറപ്പിൽ ഇപ്പോൾ നടക്കുന്ന ഇല്ലെങ്കിൽ ഇടപെടലുകളിൽ തങ്ങൾക്ക് മറ്റ് എതിരഭിപ്രായങ്ങളില്ല എന്ന് അവർ പറയുമ്പോഴും ഇതിലൊരു കൃത്യമായ അന്വേഷണം, ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തി കൃത്യമായ അന്വേഷണം നടക്കണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം എന്ന ഒരു ആവശ്യമാണ് ഈ കുടുംബമടക്കം മുന്നോട്ട് വെക്കുന്നത്. അത് ഈ ബാങ്ക് ജീവനക്കാരിൽ നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദം ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. സന്ദീപ് രാജക്കാടാണ് വിവരങ്ങൾ നൽകിയത്.